അക്ബറിന്റെ ആര്യന്റെ ഒരു സംഭാഷണം കേൾക്കാനിടയിൽ അതിന്റെ കൂടെ തന്നെ ജയിൽ നോമിനേഷന് പിന്നെ ആര്യൻ അനുമോളെ സജസ്റ്റ് ചെയ്തത് ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തൊരു കാര്യം പറയണമെന്ന് തോന്നി. വാസ്തവത്തിൽ എന്താണെന്നറിയാമോ, ഈ ഒരു ജയിൽ നോമിനേഷൻ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ തന്നെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള സ്പേസ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു കാര്യവും ഇല്ലാതെയാണ് അനുമോള ഇന്ന് ആര്യൻ അങ്ങനെ പറഞ്ഞത്. ഇന്നലത്തെ ദിവസം സംഭവിച്ച വഴക്ക് മാത്രം എടുത്തു നോക്കിയാൽ ആര്യൻ്റെ തെണ്ടിത്തരം അല്ലെങ്കിൽ എന്താ പറയണം, നന്ദിയില്ലായ്മ അതിനകത്ത് വ്യക്തമാണ്. എങ്ങനെയാണ് ഈ ഒരു ഫുഡ് വേസ്റ്റ് എന്നത് വന്നത് അവിടെ? ഒന്നാമത്തെ കാര്യം, അവർക്ക് രണ്ടുപേർക്കും പാതിരാത്രി 12 മണിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്നു. അക്ബറിനെയോ ബാക്കി ആരെയോ അവൾ കൺസേൺ ചെയ്യുന്നില്ല. അതിൻ്റെ അവിടെ കിച്ചൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, പുള്ളിയെ ചോദിച്ചിട്ടില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് പുള്ളിക്കാരത്തിൽ പോയി ഇവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുട്ട വേണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധവും പിടിക്കുന്നുണ്ട്. മുട്ട വേണം എന്ന് പറയുമ്പോഴും അവൾ തിരിച്ചു പറയുന്നുണ്ട് അത് ശരിയാകത്തില്ല, നാളത്തേക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള അത് എടുത്താൽ പ്രശ്നമാവും, അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് നാളത്തേക്ക് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നീ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവളെ നിർബന്ധിക്കുന്നുണ്ട്. സാബുമോൻ വന്ന് അവളെ വിലക്കുന്നുണ്ട്. സാബുമോൻ പറയുന്ന അവിടെ സീനാണ്, നീ ഇത് ചെയ്യരുത് എന്ന്. എന്നിട്ടും ഒരാളുടെ ഭക്ഷണം വേണമെന്നൊരു റിക്വസ്റ്റിൻ്റെ പുറത്ത് അവർക്ക് സപ്പോർട്ടീവായിട്ട് വന്ന് അത് ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു നന്ദി കാണിച്ചില്ലെങ്കിലും അവളെ പിറങ്കാലുകൊണ്ട് അടിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു ആര്യൻ. ഈ ഭക്ഷണത്തിൻ്റെ പേരിലാണ് നിവിനുമായിട്ടുള്ള മുട്ടലഹള അവിടെ നടന്നത്. ഓർത്തോണം, സുഹൃത്തുക്കളായ ആദില നൂറ പയറെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റേഷൻ അതല്ല, കയറി എടുക്കരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ആദില നൂറ അനുമോൾക്ക് ശത്രുവാകുന്നത്. അപ്പം സുഹൃത്തുക്കളെ വരെ ശത്രുക്കളാകുന്ന തരത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്രമീകരണവും കൃത്യതയും ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്ത് വിശപ്പാണ്, വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സഹാനുഭൂതിയുടെ പുറത്ത് അവിടെ കൊണ്ടുവന്ന് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തോ ഫേവറിറ്റിസം കാണിക്കുകയാണെന്നുള്ള വ്യാജേന അവളെ എല്ലാവരോടും ചേർത്ത് കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ തനിച്ച് നിന്ന് പൊരുതേണ്ടി വന്ന വിഷമത്തിലാണ് പിറ്റേന്നത്തെ ദിവസം അനുമോൾ ആരുടെ അടുത്ത് സഹകരിക്കായിരുന്നത്. ഈ സഹകരിക്കാതിരുന്നതിനെ പറ്റി അക്ബർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് അവൾ ഈ കാർഡ് ഇറക്കുന്നു, ഏതാണ് ഒറ്റപ്പെടൽ കാർഡ് എന്നുള്ളത് ഇറക്കുന്നു. അതിന് തൊട്ടു മുമ്പ് അക്ബർ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് ആരുമില്ല, എന്നോട് ആരും സഹകരിക്കുന്നില്ല, ഞാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്നോട് എന്താണ് ഇങ്ങനെ ഇവർ പെരുമാറുന്നത്, എന്നെ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അക്ബർ പറയുന്നുണ്ട്. അക്ബറിനത് പറയാം, അക്ബറിനത് പെരുമാറുകയും ചെയ്യാം. പക്ഷേ അനുമോൾക്കത് പാടില്ല. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി അക്ബറിനും ആര്യനും വേണ്ടിയിട്ടാണ് രാത്രി കുക്ക് ചെയ്യുന്നത്. അവർ കുക്ക് ചെയ്തു, അവർ ഭക്ഷണം കഴിച്ചു, അവർ പോയി. അതിനുശേഷമാണ് 2 ദോശ തനിക്ക് വേണ്ടി ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിവിൻ വന്ന് പിടിച്ച് വാങ്ങിക്കുന്നു, ഓടിച്ചിട്ട് പിടിക്കുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, കുത്തിക്കയറ്റി വായിക്കകത്തേക്ക് വെക്കുന്നു. വേറെ നിവർത്തിയില്ല, കാരണം അവൻ തള്ളി താഴെ ഇട്ടിട്ട് പോലും അവൾ താഴെ നിന്ന് എടുത്ത് തുടച്ചെടുത്തു. ഒരു ഭക്ഷണ സാധനം താഴെ തള്ളി ഇടുക എന്ന് പറയുന്നത് നിവിനല്ലേ. അപ്പോൾ അവിടെ ആരാണ് അവിടെ ഫുഡ് വേസ്റ്റ് ചെയ്തത്? അനുമോളാണോ നിവിനാണോ? നിവിനെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. എന്തിനാണ് അനുമോളെ നോമിനേറ്റ് ചെയ്തത്? അനുമോൾ അതും കൊണ്ട് പാടുപെടുന്നുണ്ട്, ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, അവളുടെ കട്ടിൽ കൂടെ കയറി ഓടുന്നു. എങ്ങനെ പോയിട്ട് ആ ചെറുക്കം വിടാതെ പിന്തുടരുന്നത് കൊണ്ടാണ് അത് കുത്തിക്കയറ്റി വെക്കുന്നത്. അപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു ഹ്യൂജ് ഭക്ഷണം ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ സമയത്ത് അത് തുപ്പാനായിട്ട് ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ വായിന്ന് ഊരി എടുക്കുന്ന ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടെ ചാടി വീഴുന്നുണ്ട്. അതിലെ നൂറയൊക്കെ ചാടി വീഴുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ വേണ്ടായോ? ടാർഗറ്റ് ചെയ്തതോ പോരാനിട്ട് ഈ 2 കഴുകന്മാരും കൂടെ നന്നായിട്ട് ആക്രമിക്കുകയും ചെയ്യാൻ ഇട്ടും കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ പോയത്. അവൾ അതിനു വേണ്ടി എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ വേണം അവളെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഇവറ്റുകളും, അതായത് ഇവരെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നീക്കി നിർത്തേണ്ട ആൾക്കാരാണ്. ഇവർക്കൊപ്പം പോയിരിക്കുന്നു എന്നുള്ളതാണ് ആദിലയും നൂറയും അനുമോൾക്ക് നല്ല സുഹൃത്തുക്കളല്ലെന്ന് നമ്മൾ പറയുന്നത്. സൗഹൃദത്തിൽ പോലും മായം കലർത്തുന്ന വൃത്തികെട്ട കൂട്ടായ്മയാണ് അത് എന്നാ പറഞ്ഞത്. അക്ബർ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, വളരെ നിസ്സഹായനായി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്. സാബു വന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാബു പറഞ്ഞാണ് കണക്ക്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. അവസാനം ഗ്രൂപ്പിൻ്റെ മഹാത്മ്യം കൊണ്ട് ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോയി. ഇവൻ ഗ്രൂപ്പിസം കളിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് കളിക്കാനുള്ള സ്പേസ് ഇല്ലാണ്ടായിപ്പോയത്. ഇൻഡിപെൻഡൻ്റായി നിന്ന് ഓരോരുത്തരും കളിച്ചിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കണ്ടന്റും കിട്ടിയേനെ, നല്ല സൂപ്പർ ആവുകയും ചെയ്തേനെ. പക്ഷേ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരെയും നെഗറ്റീവാക്കി
പുള്ളിയുടെ ഹോൾഡ് വെച്ച് അവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരും പിടിച്ച് പുറത്താക്കി. ഇയാളെക്കാൾ ഭംഗിയായിട്ട് അപ്പാനി ചേർത്ത് കളിച്ചേനായിരുന്നു. പക്ഷെ ഗ്രൂപ്പിസത്തിൽ കൂടെ അപ്പാനിക്ക് ഇട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്ത് അയാൾ പെർഫോം ചെയ്ത് ഇവൻ പൂച്ചയെ പോലായി. അവസാനം അയാൾക്ക് പുറത്ത് പോകേണ്ടി വന്നു. ബെന്നി കുത്തിത്തിരിപ്പ് ബെന്നി ഇവൻ്റെ ഒപ്പമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം കിട്ടേണ്ടി വന്നത്. അല്ലെങ്കിൽ നന്നായി കളിക്കാൻ പറ്റുന്നൊരു പെണ്ണായിരുന്നു. അവരുടെ ഒപ്പം നടന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവൾക്ക് കുത്തിത്തിരിപ്പ് ബെന്നി എന്ന് പേര് കിട്ടിയത്. കുത്തിത്തിരിപ്പ് ശൈത്യ എങ്ങനെ പുറത്തു പോയി? അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ഇവറ്റകളെ കൂടെ പോയി ചേർന്നത് കൊണ്ട് മാത്രമാണ്. അനുമോൾക്കൊപ്പമായിരുന്നു നിന്നിരുന്നെങ്കിൽ ശൈത്യക്ക് പുറത്തു പോകേണ്ടി വരത്തില്ലായിരുന്നു. ഇവർക്കൊപ്പം നിന്നുകൊണ്ട് അനുമോളെ കുത്തിയതാണ് അവർക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടായിരുന്നത്. ആകെ മൊത്തം എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട ഒരു പ്ലെയറാണ് അക്ബർ. എന്താണ് അവിടെ കൊടുത്തത്? നൂറയുടെ ഗെയിം സ്പോയിൽ ചെയ്തതോ? ഷാനവാസ് ഗെയിം സ്പോയിൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസും പിന്നെ മോഹൻലാലും കൂടെ തലയിൽ കയറുന്നുണ്ടായിരുന്നു. അക്ബർ സ്പോയിൽ ചെയ്തപ്പോൾ അപ്രീഷിയേറ്റ് ഇറ്റ് എന്നാ പറയുന്നത്. ആര്യൻ ഒരു തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ അതിനകത്ത്, ഒരു കളവ് പറയുന്നുണ്ട്. വേറെ ആരെങ്കിലുമാണ് ആ കള്ളം ചെയ്തെങ്കിൽ മൊത്തം ടാസ്ക് അവർ ടെർമിനേറ്റ് വേണ്ടാന്ന് പറയും. പക്ഷേ ആരും കാണിച്ചതുകൊണ്ട് അതൊരു കുസൃതിയായിട്ട് അംഗീകരിക്കപ്പെടുന്നു. അത് കുസൃതിയായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നു. ഇത്രയും വലിയൊരു നുണ പറഞ്ഞത് ലക്ഷ്മി മാത്രമാണ് എതിർത്ത് സംസാരിക്കുന്നത്. പക്ഷെ ആര്യൻ ആ ഗെയിം ഷോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മനസ്സിലാകുന്നില്ല ഇവർ രണ്ടുപേരും എന്താണ് അവിടെ കൊടുക്കുന്നത്. സത്യത്തിൽ പുറത്തു പോകേണ്ട രണ്ട് വ്യക്തികളൊന്നും ആര്യനും അക്ബറും തന്നെയാണ്. ഷാനവാസിനെ കമ്പാരിസൺ നടത്തുന്നുണ്ട് പലരും അക്ബറിനെ വെച്ചിട്ട്. എന്തടിസ്ഥാനത്തിൽ? ഷാനവാസ് ഇവനും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. മനുഷ്യത്വമാണ് അയാൾക്കുള്ളത്. ഇതങ്ങനെയല്ല. ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട് പല സൗഹൃദങ്ങളെപ്പോലും പബ്ലിക്കിന് ഇട്ടുകൊടുക്കുന്ന രീതിയുണ്ട്. എല്ലാവരും സംസാരിച്ച് ക്ലിയറായി ഫിനിഷ് ചെയ്ത കാര്യം വീണ്ടും റിപ്പീറ്റഡ്ലി എടുത്ത് പ്രശ്നം വഷളാക്കാൻ ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇറങ്ങി നിന്നവനാണ്. ആര്യൻ എന്തടിസ്ഥാനത്തിലാണ് ഇവനെ തൂക്കിക്കൊണ്ട് നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ആര്യൻ അവിടെ മറ്റാരുമായിട്ട് സിങ്കായി പോകും. പക്ഷേ ഇവനുമായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവർ പുറത്തു പോകാൻ ഉള്ള ഐഡിയ അവൻ പറഞ്ഞു കൊടുക്കും. ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അക്ബർ ഇട്ടുകൊടുത്തു. അത് ഈസി ആയിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അയാൾക്ക് അതിനെക്കാട്ടി കൂടുതൽ ഫാൻ പുറത്തുള്ളത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. നെവിൻ ഈ ഇളക്കം മുഴുക്ക കാണിക്കുന്നത് അവൻ്റെ കൂടെ നിന്നിട്ടാണ്. നെവിൻ പണ്ടും അങ്ങനെയാണ്. റിയാസ് വന്നപ്പോൾ റിയാസിൻ്റെ കൂടെ നിന്നുകൊണ്ടായിരുന്നു അനുമോളെ അടിച്ചത്. അതേപോലെ സംഗതി തന്നെയാണ് ലക്ഷ്മിയെ അടിച്ചത്. അതേപോലെ സംഗതി തന്നെയാണ് ഇപ്പോൾ അനുമോൾക്കെതിരായിട്ട് അക്ബറിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ വേല നെവിൻ കാണിക്കുന്നത്. ആകെ മൊത്തം അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനായിട്ട് വെട്ടി വീഴ്ത്തുകയാണ് ഇയാൾ. എന്നാലേ ഇയാൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. വല്ലാത്ത ജാതി ഒരു വൃത്തികെട്ടവൻ എന്നേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അക്ബറിനൊരു കപ്പാണ് എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ കപ്പങ്ങ് എടുത്ത് അവൻ്റെ തലമണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ? അക്ബറിൻ്റെ ഒരു മ്യൂസിക് ലോഞ്ചും ഇപ്പം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ അവന്മാരും പോയിട്ടുണ്ട്. പഴയ കണ്ടസ്റ്റന്റിനെ എല്ലാം വിളിച്ച് അക്ബർ ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം അങ്ങോട്ട് സക്സസ് ആക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ലേ? അതിൽ കൂടെ അക്ബറിനാണ് എല്ലാവരും സപ്പോർട്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അക്ബറിന് ഈ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉമ്മച്ച പുറത്ത് കിടന്ന് കാണിക്കുന്നത്. ഉമ്മച്ചാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് കൊണ്ട് കയറ്റിയത്. എന്നിട്ടിപ്പോൾ ഉമ്മച്ചാണ് കൂടുതൽ എന്താ പറയണ ഈ ഒരു വിഷയത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. മോന് കപ്പും കൊണ്ടുവന്ന സന്തോഷമാവുമായിരിക്കും. മോൻ ലോക ശ്രീവിരുദ്ധനാണ്. ഉമ്മച്ച വളർത്തിയിട്ടും അതിൻ്റെ വൃത്തിയിൽ ഉമ്മച്ച വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് ചെറുക്കൻ്റെ കൈ ഇരിപ്പത്രയും. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു വെച്ച് പ്രതിപാദിച്ച് പറയാൻ പറ്റത്തില്ല അക്ബർ അതിനകത്ത് ചെയ്തത് എന്തൊക്കെയാണെന്ന്. ഒരു കാര്യവുമില്ല. അതൊരു പരസ്പര ബന്ധം ഒന്നുമില്ലാതെ രേണുവിനെ പറഞ്ഞതാണ് സെപ്റ്റിക് ടാങ്ക്. ഒരു സ്ത്രീ അവഹേളിക്കുന്നതിൻ്റെ പാരമ്യതയാണ്. വിത്തൗട്ട് എനി റീസൺ അതങ്ങോട്ട് അടിച്ച് വിട്ടുകൊടുത്തു. പല രീതിയിൽ പല പ്രാവശ്യം ആദിലെ അവരുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ വെച്ചിട്ട് പല പ്രാവശ്യം ഹേർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതിനകത്തൊരു ക്രൂരമുഖം അവനിക്കുണ്ട്. ഒരുതരം കഴുപ്പം പിടിച്ച കുറേ അമ്മാവന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ. ചിലരുടെ ബുദ്ധിമുട്ടുകളെ മാത്രം കുത്തി കാണിച്ചുകൊണ്ട് കാണിക്കുന്ന അത്തരത്തിലൊരു വൃത്തികേട്, ഒരു നീചൻ ആണ് അക്ബർ എന്ന് ഞാൻ പറയും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. കൂടെ നിൽക്കുന്നവർക്ക് കുതികാല് വെട്ടി അവരെ ഇട്ടുകൊടുത്ത് അവരെ പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്. എന്തിനും ഏതിനും മോഹൻലാൽ അക്ബറെ പറ എന്ന് പറയുമ്പോൾ അവന് തന്നെ അറിയാം അവനിക്ക് അവിടെ കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്താണെന്ന്. ഒരു കാരണവശാലും അവനേക്കാൾ ആപ്റ്റായി അവനേക്കാൾ കാര്യപ്രസക്തിയായി നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് വ്യക്തികളെ ഒരു കാര്യമില്ല പുറത്തേക്ക് വിട്ടു. ജിഷിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാമത്തിൽ. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇവനിക്ക് സപ്പോർട്ട് ചെയ്ത് പോകുമോ? നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പുറത്താകാൻ കാരണം തന്നെ ഇവനാണ്. ഓരോ വിഷയങ്ങൾ എടുത്തെടുത്ത് പറയണമെങ്കിൽ ഒരു വലിയ ദിവസം തന്നെ വേണം. പക്ഷെ ആര്യനും ഈ പറയുന്ന അക്ബറും തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ കൃമികൾ. അവർ രണ്ടുപേരും നിന്നുകൊണ്ട് ഇപ്പം ചെയ്ത റീസെൻ്റ്ലി അനുമോളോട് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്.
അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പോയി ഏറ്റവും കൂടുതൽ എയറിലേക്ക് പോവുക മാത്രമല്ല ഇഷ്ടംപോലെ തെറിയും എല്ലാവരുടെയും ശത്രുതയും പിടിച്ചു വാങ്ങിയത് അനുമോളാണ്. അതിൻ്റെ കാരണക്കാരൻ നിന്നവർ തന്നെ അവളെ കുറ്റപ്പെടുത്തുന്ന സീന് കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് അറിയത്തില്ല ഇവറ്റകളുടെ സ്വഭാവം എന്താണെന്ന്. അത് അറിയുന്നവർ അവരെ നീക്കി നിർത്തുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ അവിടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഇതുപോലുള്ള മോശം വരുന്നത്, ഇമ്പാക്റ്റ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആര്യനും അക്ബറുമാണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. കഴിഞ്ഞ ആസ് യൂഷ്വൽ മണ്ടന്മാർക്ക് മാത്രമാണ് ട്രോഫി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ഇതാണ് അതെന്ന് ഞാൻ പറയേണ്ടി വരും. ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത രണ്ട് വ്യക്തികളെ തൂക്കി തലയെ വെച്ചുകൊണ്ട് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആര്യൻ ഒരു ടാസ്കിൽ തോറ്റാൽ പോലും ആര്യ സൂപ്പർ അപ്രിഷ്യേറ്റഡ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, മാസ് ഒന്നും പറയാനില്ല. ഒരുപാട് പേര് എഫർട്ട് എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, മെനക്കെടുന്നുണ്ട്. അവരെയൊന്നും അപ്രീഷിയേറ്റ് ചെയ്ത് ആര്യനെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയും ബിഗ് ബോസ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നാളിതുവരെ, അതായത് ജിസയിൽ പുറത്തു പോകുന്നിടം വരെ ആര്യൻ അവിടെ എന്താണ് കൊടുത്തത്? കാമപ്രാന്ത്. അത് നമുക്ക് കാണാൻ പറ്റി. അതിനപ്പുറം എന്താണ്? അക്ബറിന് എന്തായിരുന്നു? കുത്തിക്കഴപ്പും നുണവർത്താനും പെണ്ണുങ്ങളെ പോലെ അപ്പുറത്തത് കേട്ട് ഇപ്പുറത്ത് പറയുക, കൂട്ടിയടിയും. ഇത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി. ഏറ്റവും ബോറ് ഗെയിം അവിടെ പ്രസൻറ്റ് ചെയ്തത് അക്ബറും ആര്യനാണ്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിലകൊള്ളുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇയാളെ ഞാൻ ബാക്കിൽ ജാക്കി വെക്കുന്നു എന്ന് പറഞ്ഞത്, അത് ഞാൻ ഇപ്പോഴും ഉറച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടാരില്ല എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമോ പറഞ്ഞത്, മാറി ഇന്നുകൂടി എന്നൊക്കെ ചെയ്യും. അത് ടാസ്ക്കാണ്. ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ പങ്കെടുക്കുന്ന ഓരോ കണ്ടസ്റ്റൻ്റെയും അവകാശമാണ്. ആ അവകാശം നിഷേധിക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാനേഴ്സാണ്. ആ മാനേഴ്സ് ഇല്ലായ്മ നമ്മൾ പറയുക തന്നെ ചെയ്യും. ബിഗ് ബോസിൽ ആ മാനേഴ്സ് കീപ്പ് ചെയ്യാത്തവൻ തെണ്ടി എന്ന് തന്നെ പറയും. അത്തരം തെണ്ടികൾ അതിനകത്ത് പോകേണ്ട കാര്യമില്ല. സ്ത്രീകളെ അവഹേളിച്ചും സ്ത്രീകളെ ഉപദ്രവിച്ചും അവരുടെ പെർമിഷൻ അവരുടെ ദേഹത്ത് സ്പർശിച്ചു കൊണ്ടുമല്ല കപ്പ് നേടിക്കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിൽ പൂർണ്ണ പരാജയമായ അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ പറയരുത്. സൗകര്യമില്ല എന്ന് തന്നെ പറയും. നന്ദി.